ഇതേ നമ്മൾ RTOയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഇന്ന് നമ്മൾ ഇത് മാത്രമല്ല ഡ്യൂക്ക് 200ന്റെ കളർ കൂടെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ ഓൺലൈൻ അടച്ചിട്ട് അതിന്റെ റെസിപ്റ്റ് കൂടെ കാണിച്ചിട്ട് അതുകൂടെ റെഡിയാക്കാനുള്ള പ്ലാനിലാണ് വന്നേക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. മച്ചാന്മാരെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 200ന്റെ മുദ്രപത്രം വാങ്ങിച്ചിട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു NOCയുടെ ട്രാൻസ്ഫറിന്റെ ആ സംഭവം ഇപ്പം നടത്തത്തുള്ളൂ. കാരണം ഹരിയാനയിൽ നിന്ന് തന്നു വിട്ട് 10ന്റെ മുദ്രപത്രം കേട്ടോ, അത് പറ്റത്തില്ല. ചെറിയൊരു മുദ്രപത്രം 200ന്റെ ഹരിയാനയിൽ നിന്ന് എടുത്ത വണ്ടിയാണ്, കേരളാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പോയ സ്ഥലത്തെ അവർക്ക് ആരുടെ പേരിലാണ് എഴുതേണ്ടതെന്നൊരു ഡൗട്ട് കാരണം മുദ്രപത്രം വെറുതെ കളയേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ നോട്ടറിലോട്ട് പോവാണ്. അവർക്കറിയാം സംഭവത്തിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അവരുടെ അടുക്കുന്ന തന്നെ കൃത്യമായിട്ട് എഴുതി മേടിക്കാം. അതേ കോടതിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നോട്ടറി ഓഫീസ് ഉള്ളത്. ഒന്ന് തിരക്കോട് തിരക്ക്. ഞാൻ ഇന്നലെ വന്നായിരുന്നേ, മറ്റേ നമ്മുടെ നോട്ടറിയുടെ അവർ 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആണെന്ന് വെച്ചാൽ ശരിക്കും 200 രൂപയുടെ വേണ്ട. ഹരിയാനയുടെ 10 രൂപ മതി, പക്ഷെ നമുക്കിവിടെ 200 രൂപ വേണം. ഇതെങ്ങനെ ആരുടെ പേരിൽ എഴുതുമെന്ന് അവർക്കും അറിയത്തില്ല. ഈ ഒരു ഷോട്ട് നമ്മൾ ബൈക്കേഴ്സിന് ഇഷ്ടമല്ലാത്തവർ കാണുകയില്ല. കാരണം MotoGP സ്റ്റൈലിൽ നമ്മുടെ പുറകിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അതിനുവേണ്ടി ആവശ്യമുള്ളത് കുറച്ച് സിപ്പ് ടൈസ്, Insta360യുടെ ഇൻവിസിബിൾ സ്റ്റിക്ക്, പിന്നെ സ്റ്റിക്ക് ഇതേ ബൈക്കിലോട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബേസ് ക്ലാമ്പും വേണമെങ്കിൽ മറ്റേ ഡാമ്പറും ഉണ്ട് കേട്ടോ. ഇതൊരു ഷോക്ക് അബ്സോർബർ പോലെ വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് Insta360 എക്സ്പർ വെച്ചുള്ള കളിയാണ്. പക്ഷെ അത് എങ്ങനെയാണ് നമ്മുടെ ഈ ക്യാമറ ബൈക്കിൽ മൗണ്ട് ചെയ്യണം എന്നുള്ള കാര്യം അറിയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു അവസ്ഥ വന്നേക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബേസ് ക്ലാമ്പില്ലേ അതിന്റെ മുകളിൽ ഞാൻ ഡാമ്പർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡ് റെസ്റ്റിന്റെ ബാറിലോട്ട് മൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് നമ്മുടെ ഇൻവിസിബിൾ സ്റ്റിക്ക് മൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ നമ്മുടെ ഡാമ്പർ ആണെങ്കിൽ ഷോക്ക് പോലെ വർക്ക് ചെയ്യുന്നുണ്ടാ, നമുക്ക് ക്യാമറക്ക് അതൊരു സേഫ്റ്റിയാണ്. ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഈ ഒരു ഇൻവിസിബിൾ സ്റ്റിക്ക് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സ്റ്റിക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്ററിനോ സ്റ്റിക്കിനോ ഒരു സ്ക്രാച്ച് പോലും വീഴാത്ത രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാ എങ്ങനെയുണ്ട് സംഭവം, ക്വാളിറ്റി നോക്കി. ഇനിയൊരു റൈഡുണ്ട്. പണിവാളി എൻ്റെ പേര് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ പോയിട്ട്. പിന്നെ ലെറ്റർ, ആ ലെറ്റർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ജോയിന്റ് RTOയ്ക്ക് കളർ മാറ്റാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്ന ഒരു ലെറ്ററാണ്. അത് നമ്മുടെ ഡ്യൂക്ക് 200ന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ 200ന്റെ മുദ്രപത്രം അത് നമ്മുടെ ഡ്യൂക്ക് 390ക്ക് വേണ്ടി. കൃത്യമായിട്ട് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്നെ പോലെ ഇങ്ങനെ ഓടേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് രണ്ടാമത്തെ വിസിറ്റ് ആട്ടോ നോട്ടറി എടുക്കാൻ. ഇന്ന് തിരക്ക് കൂടി. നോട്ടറിയുടെ ഭാഗത്തുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന ഫോം ഫില്ല് ചെയ്യാതെ തന്നേക്കുന്നത് അവിടുത്തെ RTO. അത് നൈസായിട്ട് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരെ RTOയിലോട്ട് പോവുകയാണ്. രണ്ട് കാര്യമുണ്ട്, കളർ മാറ്റുന്നത്, ഈ വണ്ടിയുടെ ഓണർഷിപ്പും ഹരിയാനയിൽ നിന്ന് കേരളാക്കുന്ന പരിപാടി. ഇത് നമ്പറിന്റെ ഓണർഷിപ്പിന്റെ എല്ലാ പരിപാടിയും പോകാൻ പോവാണ്. എന്റെ കാര്യം എന്ത് മാറ്റമാണ് ഈ സിവിൽ സ്റ്റേഷൻ ആലപ്പുഴ. എന്റെ പൊന്നെ കളിയാ. ഇവിടെ കഴിഞ്ഞ വട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എല്ലാ ദിവസം ആഴ്ചകളോളം എന്നെ ഇട്ട് ഓടിപ്പിച്ച ഓഫീസാണ് ഈ കാണുന്നത്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വണ്ടിയുടെ RC കൺവേർഷൻ അത് കറക്റ്റ് ചെയ്ത് തന്നവര്. അത് മാത്രമല്ല വണ്ടിയുടെ പെയിന്റ് കറക്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം അവർ ചെയ്തു തന്നു. അയ്യോ, ഇവിടുത്തെ PRO അകത്തിരിക്കുന്ന ഒരു മാഡം ഉണ്ടല്ലോ, വേറെ നല്ല മനുഷ്യൻ കേട്ടോ, അടിപൊളി മനുഷ്യൻ. എപ്പോഴും എനിക്കറിയത്തില്ല മാറുമോന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്നത്തെ ദിവസം കേരള പിറവി November 1 ഫ്രൈഡേ, ഇന്ന് വന്ന് സമയം 3:11 വന്ന് കണ്ട മാഡം എന്റെ പൊന്നു, അവര് ഭയങ്കര നല്ല മനുഷ്യൻ. ഇത്രയും നല്ലൊരു സർവീസ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര അടിപൊളിയായിരുന്നു. എല്ലാം പക്കയായിരുന്നു. PRO മാത്രമല്ല അകത്തിരിക്കുന്ന RTO മേഡോ അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആഴ്ചകളോളം ഇതിനു വേണ്ടി ഓടി. എന്റെടാ എന്തൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേരളം എന്തൊരു മാറ്റമാണ് മാറിയിട്ടുള്ളത്. ഇത്ര ഹാപ്പി ആയിട്ടില്ല. പെയിന്റ് കറക്ഷന് ബ്ലാക്ക് ആക്കുന്ന കാര്യത്തിൽ നാളെ വണ്ടി കൊണ്ടുവന്നുള്ള പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയത് ഓർക്കുന്നുണ്ടോ, 28,000 രൂപയാണ് ഞാൻ അടച്ചത്. 21,500. അത് അവർക്കൊരു അബദ്ധം പറ്റിയത്. കാരണം അവർ സെയിൽ ലെറ്ററോ കാര്യങ്ങളോ നോക്കാതെ 2023 ആ വണ്ടിയുടെ വില എത്രയായിരുന്നു ആ വിലക്കാണ്, അതായത് ഏകദേശം 4 ലക്ഷത്തി സംതിങ് ആണ്. ആ വിലയുടെ 22% ടാക്സ് എന്തൊക്കെയാണ് കൂട്ടിയെടുത്തത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നല്ല എമൗണ്ട് വന്നു, നേരെ ഇരട്ടിച്ച്. ഇപ്പൊ നോക്കുമ്പോൾ വില നോക്കി 11,000 രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ വണ്ടിക്ക് ടാക്സ് വരുന്നത്. പിന്നെ ഡിഫറൻസാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 29,000 രൂപ അടച്ചിട്ടാണ് വണ്ടിക്ക് ടാക്സ് അടച്ചിറക്കിയത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് അവർ സർവീസ് ഇസ് ഗുഡ് ടെൽ അതേഴ്സ്, ഇസ് നോട്ട് ഗുഡ് ടെൽ അസ് എന്ന് എഴുതിയേക്കുന്നത്. അതായത് അവരുടെ സർവീസ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും തുറന്നു പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. MVI സാറില്ലേ ഇവിടെ പുള്ളി ഒരു കണ്ണാടി വെച്ചൊരു മനുഷ്യനുണ്ട്. പുള്ളി വേറെ ലെവല്. ജെനുവിൻലി ഇംപ്രസ്. RTO ഓഫീസ് ആലപ്പുഴ. ഹാറ്റ്സ് ഓഫ് ഗൈസ്, കീപ് റോളിംഗ്. പൊളി. അതാണ് നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിവ്യൂ കിട്ടുമെന്ന് പറയണ നേരെ ഞാൻ അന്തിച്ചു പോയി. ഹാറ്റ്സ് ഓഫ് ഗൈസ്, പൊളി. ഇയാടാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓടി അവര് ആൾക്കാർ വേറെ ആയിരുന്നു. ഒയ്യോ, ഓർക്കുന്നുണ്ടോ ഗൈസ്, ഗ്രൗണ്ടിൽ പോയിട്ട് പോലും എനിക്ക് ചെയ്തു തന്നില്ല പുള്ളിക്കാരൻ. എനിക്കാണെങ്കിൽ വട്ടായി പോയി. അത്ര നാൾ ഓടി അതിന്റെ കുറെ. ഞാൻ ഈ വണ്ടിയുടെ സ്റ്റിക്കറിംഗ് വർക്ക് നോക്കി 840 എന്ന് പറഞ്ഞാൽ CC പോലും കാണാൻ പറ്റില്ല. ഫുള്ള് കവർ ചെയ്തേക്കുക. ഈ വണ്ടി ഫുള്ള് സ്റ്റിക്കർ വർക്ക്. അത് കണ്ടോ,
നമ്മള് അച്ചുക്കുട്ടി എന്നൊക്കെ പേരൊട്ടിച്ചാൽ മതി. തീർന്ന്. ഇതും കൂടെ ഒന്ന് ശരിയാക്കി താ പ്ലീസ്. എന്റെ ഒരു സജഷൻ പറയട്ടെ, ഈ മോഡിഫിക്കേഷനൊക്കെ ഒരു കോമ്പറ്റീഷൻ വെക്കണം. എന്റെ പൊന്നു സാർമാരെ പൈസ വാരാം. കാരണം കേരളത്തിൽ അത്രയും പുലിക്കുട്ടികൾ വേറെ ഒരു നാട്ടിലും ഇല്ല. അതാണ് കേരളത്തിലെ പിള്ളേര് മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ പൊക്കി വീട് സാറേ. അവരെയൊക്കെ എന്താണ് മോഡിഫിക്കേഷനിൽ കേരളത്തിലെ പിള്ളേരെ തൊടാനായിട്ട് വേറൊരു നാടില്ല. അത് അത്രേ ഉള്ളൂ. അത് ഇന്ത്യ മൊത്തത്തിലെടുത്താലും പിന്നെ അല്ല. അയ്യോ വണ്ടിയുടെ പവർ. നമ്മുടെ ഡ്യൂക്ക് 200ന്റെ കളർ ചേഞ്ചിന്റെ കാര്യത്തിന് വേണ്ടി MVIനെ കാണാൻ വേണ്ടി ആലപ്പുഴ റെക്രേഷൻ ഗ്രൗണ്ടിലോട്ട് പോവാണ്. എന്താവും പരിപാടി ഒന്ന് നോക്കാൻ നോക്ക്. എല്ലാ ആഴ്ച കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നേരെ MVD ഒരിക്കലോട്ട് പോവാം. ആഹാ നല്ല രസം. മോളിൽ ഇരുന്ന് പോകുന്നൊരു ഫീല്. ആഹാ നമ്മൾ ബീച്ച് റോഡ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ MVDനെ കാണിക്കാൻ പോവാണ് വണ്ടി. അതിനുശേഷം അവിടുത്തെ അപ്രൂവൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കാർ ടൈപ്പ് RC ബുക്ക് നമുക്ക് കിട്ടും കേട്ടോ. 10 മണിക്ക് വരാനാ പറഞ്ഞത്. അതേ MVD കിട്ടി ആളെ കിട്ടി. ചേട്ടാ വണ്ടി കാണിക്കാനായിരുന്നു. അങ്ങനെ ബ്രോ കളർ മാറ്റുന്നതിലാണോ ഇവിടെ? ഏതാ? ഇല്ലില്ല, ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു. അവര് പറഞ്ഞ അങ്ങനത്തെ നിയമമൊന്നും ഇല്ലെന്ന്. അത് വണ്ടിയിൽ 2 ക്യാമറ ഉണ്ട്. അല്ല വണ്ടിയിൽ ഇവിടെ ഫ്രണ്ടിൽ പറഞ്ഞുണ്ട് സറൗണ്ട് ക്യാമറ. അപ്പൊ നമ്മുടെ RC ബുക്കിന്റെ കളർ മാറ്റുന്ന കാര്യം ഫുള്ള് കറക്റ്റ് ചെയ്ത് കേട്ടോ. ഇനി നേരെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരണം. കാരണം ഇവിടെ അവരുണ്ടാകത്തില്ലായിരിക്കും. നേരെ ഓഫീസിൽ പോയി കാണിക്കണമെന്നാ പറഞ്ഞത്. ഡ്യൂക്ക് 200 വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഡ്യൂക്ക് 390 ആയിട്ട് നമുക്ക് വരണം. ഭയങ്കര ഹാപ്പിയാണ്. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ ഉടനെ RC ബുക്ക് വീട്ടിലോട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സന്തോഷമായി. ഷെഡാ അടിപൊളി സാർ വരും കേട്ടോ. പോളി പക്കം മാന്യം കേട്ടോ പെരുമാറിയത്. ഈ പ്രാവശ്യം ഭയങ്കര നല്ല ആൾക്കാർ. HR2 KL ആക്കുന്ന പരിപാടി നെയിം ചേഞ്ച് എല്ലാം കൂടെ നോക്കി ഇപ്പൊ ചെയ്തേക്കാം. നേരെ ഡ്യൂക്ക് 390 ആയിട്ട് വരാം. ഓ ഗായ്സ് വീട്ടിലെത്തി. നേരെ അയ്യോ വെയിറ്റ് ഹൈറ്റ് സെറ്റ്. അടുത്ത ആള് നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 390. ഓക്കെ മഴ പെയ്ത് എന്നാലും കുഴപ്പമില്ല. വണ്ടിക്ക് വേണ്ടി പട്ടിപ്പണി എടുക്കുന്നത് ഞാൻ. എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ 390 കയറി ത്രോട്ടിൽ റെസ്പോൺസ് മാറുന്നുണ്ടോ? ചാടുന്ന ഡ്യൂക്ക് 200 കൊടുക്കുന്ന കൈ ഇതുമേ കൊടുക്കുമ്പോ അതുമേ പെട്ടെന്ന് ഇങ്ങോട്ട് കയറാൻ നേരത്തെ ഭയങ്കര ഡിഫറൻസ് ആവാം. ചാടി പോകുന്ന വണ്ടി. അത് വീണ്ടും എത്തി. സാർമാർ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. അവര് പോയിട്ടാ. അവര് പോയി ഓഫീസിൽ പോയി കാണാൻ ഇനി അവരെ. ഇതേ നമ്മൾ വീണ്ടും ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അവരിവിടെ എവിടെ ഉണ്ട് പോയി കാണിക്കണം. HR രജിസ്ട്രേഷൻ KL രജിസ്ട്രേഷൻ ആകാൻ പോവുകയാണ്. അപ്പോൾ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ് വണ്ടി കാണിച്ചാൽ മതി. R2-നെ 10 മണിക്ക്. കഴിഞ്ഞ ദിവസം കുറച്ച് ലേറ്റ് ആയി പോയി വെച്ചാൽ മതി. അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അയ്യോ ഇന്ന് വണ്ടി കൂടുതലാട്ടോ. എൻ്റെ എടാ ഇവിടെ ഉണ്ട് കേട്ടോ. പേപ്പേഴ്സ് എല്ലാം സെറ്റാണ്. നമ്മുടെ എഞ്ചിൻ നമ്പർ കാണാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഫോട്ടോ എടുത്ത് കാണിക്കാനാണ് സാറ് പറഞ്ഞ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഡ് ഗാർഡിന്റെ കാര്യം പറഞ്ഞു. അന്ന് റെയിൽവേക്കാർ തരാത്തതിന്റെ ഒരു സീന് ഇപ്പൊ പണിയായിട്ടുണ്ട്. കാരണം അതും കൂടെ ഉണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടത്തുള്ളൂ. അത് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ നമ്പർ ഒന്ന് ഫോട്ടോ എടുക്കുക ആദ്യം. ഇച്ചിരി ടാസ്ക് അഴുത്തിരിക്കുക. പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ടാണെങ്കിൽ മഡ് ഗാർഡ് വെച്ചിട്ട് വരാം. വെറുതെ അതിനുവേണ്ടി ഇനി ഒരു ദിവസം കൂടെ വരണ്ടല്ലോ. ഡ്യൂക്കിലിരിപ്പുണ്ടല്ലോ അതെടുത്ത് കയറ്റാം തൽക്കാലം. RC-യുടെ അടുത്ത് ഡ്യൂക്ക് 200 കയറ്റി. അത് കഴിഞ്ഞ് ഡ്യൂക്ക് 200 നിന്ന് ഇപ്പോൾ 390 കയറ്റാൻ പോകുന്നു. അതാണ് അവസ്ഥ. ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഇതേ വീട്ടിൽ വന്നിട്ട് നമ്മൾ മഡ് ഗാർഡ് ഡ്യൂക്ക് 200 എടുത്ത് 390 കയറ്റിയിട്ടുണ്ട്. നേരെ കൊണ്ട് കാണിക്കാം. എന്റെ പൊന്നു മുത്തേ, നിനക്ക് MVD-മാരുടെ ഇത്ര വാല്യൂ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞ. ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ വേർഷനൊന്നും ഈ സാധനം എവിടെ ഇല്ല. നമുക്ക് ഇന്ത്യൻ വേർഷന് മാത്രമേ ഉള്ളൂ ഈ സാധനമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സാർമാരെ കാണിക്കാൻ പോവാം. അയ്യോ പെട്രോളും തീർന്നോ? എന്തൊരു പാടാണ്. എത്രാമത്തെ തവണ ഇപ്പൊ പോണം. ആവശ്യം നമ്മള് സാറ് ഉണ്ടോ? അവരല്ലേ? അതവരല്ലോ. വേറെ എല്ലാവരും പോയാ പണിയ പാളിയില്ലേ? ഉണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. വിഷയം ഇതേണ്ട്. അങ്ങനെ നമ്മൾ മഡ് ഗാർഡും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായി. ഫോണിൻ്റെ അകത്ത് നമ്മൾ റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു സംഭവം. നല്ല മനുഷ്യൻ.
സാറേ മഡ് ഗാർഡും കൂടെ വെച്ചായിരുന്നു, വീട്ടിലെ വണ്ടിയിൽ നിന്ന് ഊരിക്കൊണ്ട് വന്നു. ആണല്ലേ? ഓഹ്. ഇനി എന്തായിരുന്നു വേണ്ടത്? എൻ്റെ ഉണ്ട്. ഫീസ് ടാക്സ് അടക്കണം. നമ്പർ ഒന്ന് കാണിച്ചു. വീഡിയോ എടുത്താൽ 1 ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇച്ചിരി ശരിച്ച് 1 ഇത് 2. സാറേ എവിടെ ഫീസ് അടക്കണ്ട? അവിടെ വന്നിട്ട് പറഞ്ഞാൽ മതിയല്ലേ? ഓഫീസിൽ വന്നാൽ മതിയല്ലേ? വന്നാൽ മതി. ഓക്കെ, താങ്ക് യു സാർ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന്. താങ്ക് യു ഏട്ടാ. ഓക്കെ, നമ്മൾ നല്ല മനുഷ്യൻ, പെട്ടെന്ന് സെറ്റാക്കി തന്നെ കേട്ടോ. ഇനി ഇതിൻ്റെ ഫീസും ടാക്സും അടച്ചിട്ട് സാറിനെ കൊണ്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ പ്രാവശ്യം നമുക്ക് 11,095 രൂപയാണ് വണ്ടിയുടെ ടാക്സ് വന്നേക്കുന്നത്. അതുകൂടാതെ അവർക്കൊരു ഫീസ് ഉണ്ട്. ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതിന്റെ റെസിപ്റ്റും ആയിട്ട് നേരെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് പോയി കാണണം. അത് കഴിയുമ്പോഴേക്കും അവർ അപ്രൂവൽ തരും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തിനുള്ള ശേഷം നമ്മുടെ പുതിയ RC ബുക്ക് വിത്ത് KL രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. വെച്ചാൽ അവരെ ഇപ്രാവശ്യത്തെ സംവിധാനങ്ങളെല്ലാം ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ RTOയ്ക്കും MVDക്കും RTO ഓഫീസർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഭയങ്കര ആശ്വാസമായിരുന്നു. സോ എക്സൈറ്റഡ് വെച്ചാൽ അവരെ നേരെ RTOട്ട് പോകാം. 12,330. അപ്പൊ ഫൈനലി നമ്മുടെ വണ്ടിയുടെ KL ആക്കുന്ന പ്രൊസീജിയർ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ വരെ. അപ്പൊ ഞാൻ റേറ്റ് എത്രയാന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഭീമമായിട്ടുള്ള കുറവാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കണേ. കാരണം എന്ന് വെച്ചാൽ അന്ന് 2014 വണ്ടിയിൽ എത്രയാണോ വില വന്നു വെച്ചാൽ ആ ഒരു റേറ്റ് വെച്ചാണ് ഈ പ്രാവശ്യം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവുണ്ടായി. അന്ന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, നല്ല പണിയാണ് RTO കിട്ടിയത് കേട്ടാ. കാരണം ഇതേ മോഡൽ വണ്ടിക്ക് ആ സമയത്ത് എൻ്റെ മേടിച്ചത് 29,000 രൂപയാണ്. എന്റെ പൊന്നെ, നേരെ ഇരട്ടി കൂടുതലാണ് എന്റെ കയ്യിൽ നിന്ന് അന്ന് ആ RC 390 വേണ്ടി പോയ ചേട്ടാ. അങ്ങനെ ഒരു പറ്റിയേട്ടാ. ഇപ്രാവശ്യത്തെ റേറ്റ് 12,330 ആട്ടാ. 12,330. 12,330 രൂപയാണ് ഈ വണ്ടി KL ആക്കാൻ വേണ്ടി നമ്മുടെ RTOയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന തുക കേട്ടാ.